ഗായ്സ്, നിങ്ങൾക്കേവർക്കും ഗ്രീസ് കൺട്രി യാത്രയുടെ പാർട്ട് 1 വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആൻവേർബിയിൽ നിന്ന് രാവിലെ തന്നെ എണീറ്റു. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് അവിടുന്ന് ഒരു 7:45 ഒരു ട്രെയിനുണ്ട് ആൻവേർബ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന്. സോ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ആൻവേർബ് സെൻട്രൽ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി. ഫെബ്രുവരി ആയെങ്കിലും തണുപ്പ് അധികം ഒന്നും മാറാത്തതുകൊണ്ട് നേരം കുറച്ച് വൈകിയൊക്കെ വെളുക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. ഞങ്ങൾ ട്രെയിനിലിരുന്നു. അത് ബ്രസൽസ് എയർപോർട്ടിൽ നിർത്തുന്ന ട്രെയിനാണ് കേട്ടോ. അങ്ങനെ ആൻവേർബ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ബ്രസൽസ് എയർപോർട്ടിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് എത്തി. അങ്ങനെ 11 മണിക്ക് നമുക്ക് ബ്രസൽസ് എയർലൈൻസിലാണ് ഞങ്ങൾ പോകുന്നത് ഗ്രീസിലേക്ക്. സോ കുറേ ടൈം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് എയർപോർട്ടിൻ്റെ ഭംഗിയും ഒക്കെ നിന്ന് ആസ്വദിച്ച് പിന്നെ ലാൻഡ് ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ടൈം കളഞ്ഞു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നു. അപ്പോഴത്തേക്കും മോന് കളിക്കാനുള്ള ഒരു സ്ഥലം ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു കേട്ടോ. എല്ലാ എയർപോർട്ടിലും ഉണ്ടല്ലോ. അങ്ങനെ ബ്രസൽസ് എയർപോർട്ടിൽ എവിടെയാണെന്ന് നോക്കി അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ അവൻ അവിടെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതൊക്കെയോ ഫ്രണ്ട്സിനെ അവിടെ കിട്ടി. അവരുടെ കൂടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവന് ടൈമും പോയി. ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവൻ കളിച്ചും എല്ലാം കഴിഞ്ഞ് ടൈം അങ്ങ് പോയി. അവൻ അടിപൊളിയായിട്ട് കളിക്കുക. ഏത് കളിക്കണമെന്ന് അവന് തന്നെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ കുറച്ച് 11 മണിയായപ്പോൾ ഞങ്ങൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ ഗ്രീസിലെത്തി. ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലാണ് നമ്മൾ ലാൻഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഈ ഗ്രീസ് എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പിലെ ഒരു കൺട്രിയാണ്. ഇവിടെ ബെൽജിയത്തിലെക്കാളും സെൻട്രൽ യൂറോപ്പ് കൺട്രികളെക്കാളും 1 മണിക്കൂർ മുന്നോട്ടാണ് ഇവിടുത്തെ ടൈം വരുന്നത്. അതായത് അവിടെ നമുക്ക് ബെൽജിയത്തിലൊക്കെ ആണെങ്കിൽ 3:30 ആണെങ്കിൽ ഇവിടെ അപ്പം 4:30 ആകും. സെൻട്രൽ യൂറോപ്പിനേക്കാളും 1 മണിക്കൂർ മുന്നിലോട്ടാണ്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറും കൂടുതലാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ വന്നത്. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹോട്ടൽ, നമ്മളുടെ എയർബിഎൻബി ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ലക്ഷ്യമാക്കി പോയി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പം നമുക്കൊരു കോഡ് തരും. ആ കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുമ്പം നമ്മുടെ കീ അവിടുന്ന് ആ ബോക്സിൽ നിന്ന് കിട്ടും. എന്നിട്ട് ആ കീ എടുത്തിട്ട് വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. മേളിൽ ചെന്നപ്പോൾ റിസപ്ഷൻ പോലെ ഒരാൾ ഹായ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. മണ്ടൊക്കെയായിരുന്നു ഞങ്ങളുടെ റൂം. അങ്ങനെ അതിലൂടെ കയറി പോയി. ഞങ്ങളൊരു 4-ാമത്തെ നിലയാന്ന് തോന്നുന്നു. അവിടെ കയറി ലിഫ്റ്റ് ഉണ്ട്, ഭയങ്കര ചെറുതാണ്. അപ്പം ഞങ്ങൾ കയറിയില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. അത്യാവശ്യം എല്ലാ കോഫി മെഷീനും ഗ്യാസ് സ്റ്റൗവും മൈക്രോവനും പിന്നെ ഇച്ചിരി പഞ്ചസാരയും പിന്നെ ഉപ്പും കുറച്ച് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ താഴോട്ട് വന്നു. അപ്പം നമ്മൾ മൊണ്ടേസ്ട്രാറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇത് സിറ്റി സെൻറ്റർ തന്നെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് എയർബിഎൻബി ഒക്കെ കിട്ടിയത്. ഇഷ്ടംപോലെ എയർബിഎൻബി അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ താമസിച്ച എയർബിഎൻബിയുടെ തൊട്ട് താഴെ വരുന്നിടത്ത് തന്നെയായിരുന്നു നമ്മുടെ ആക്രോപോളിസ് എന്ന് പറയുന്ന ഒരു പണ്ടത്തെ ഒരു സിറ്റി സെൻറ്റർ. പഴയ കാലത്തൊരു സിറ്റി സെൻറ്റർ ആക്രോപോളിസ് കാണാനുള്ളതാണ് ഒരു സിറ്റി. ഹൈ മൗണ്ടനിലുള്ള ആക്രോപോളിസ് എന്ന് പറഞ്ഞ സിറ്റി. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കാണുന്നില്ല, നാളെ കാണും. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മളെ പേര് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ ഗ്രീക്കിൽ നമ്മളുടെ ലെറ്റർ മാലയിലാക്കി തരും, കമ്പിയൊക്കെ വളച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. അവർ ഗ്രീക്ക് ലെറ്ററിൽ ഇങ്ങനെ അവരെഴുതിയിട്ട് ഇതുപോലെ ഗ്രീക്ക് ലെറ്ററിൽ എൻ്റെ പേര് റോഷ്നി എന്നിങ്ങനെ കേട്ടോ. അത് അവർ മാലയിലാക്കി തരും. ആ ചെയിൻ അത്ര ക്വാളിറ്റി ഇല്ല, എന്നാലും അതിങ്ങനെ ഗ്രീക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ലോക്കറ്റ് പോലെ കിട്ടുമല്ലോ. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാമല്ലോ. അങ്ങനെ ഞാനും അത് ചെയ്തത്. ഇവരാണെന്ന് എനിക്ക് ചെയ്തു തന്നത്. അങ്ങനെ അതിന് ശേഷം നാളെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പോകും. ആക്രോപോളിസ് എന്ന് പറയുന്ന പഴയ കാലത്തൊരു സിറ്റിയാണ്. അവിടെ ടെമ്പിൾസും ഒക്കെയുള്ള അത് ഇത്ര BC 5th BC നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നാളെ പറയാം. അപ്പം ഇന്ന് കുറച്ച് സന്ധ്യയായി, നമ്മൾ വൈകിട്ടാണല്ലോ എത്തിയത്. അപ്പം പിന്നെ എന്തൊക്കെ ലൈറ്റും കുറച്ച് നേരത്തെ അങ്ങ് പോവും.
അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് അവിടെ വരെ ഒന്ന് കണ്ടിട്ട് ബാക്കി എല്ലാം ഒന്ന് ഓൾറെഡി ഓടിച്ചൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറും, കുറച്ച് സമയം എടുക്കും കയറാൻ. അപ്പോൾ ആ കഥകളൊക്കെ നാളെ, ഈ വിശേഷങ്ങൾ, ആക്രോപോളിസിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ്, കുറേ ദൂരമുണ്ട്, 1-2-3 മണിക്കൂർ എടുക്കും. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ആ സിറ്റിയിൽ അവിടെ എല്ലാം വൈബുണ്ട്, സിറ്റി സെൻറ്ററിലൂടെ നടന്നു. അപ്പം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് എന്തൊക്കെയാ, കുറേ ഒലിവിലിൻ്റെ കുറേ ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽസ്, സ്പൂൺസ്, അതുപോലെ ബാഗ്, ഒലിവ് തടിയിലുണ്ടാക്കിയതൊക്കെ ഭയങ്കര ഷോപ്പിംഗ് സെൻറ്ററാണ്. പല തരത്തിലുള്ള സാധനങ്ങളും എന്തെങ്കിലും മേടിച്ചു പോകും. ഇത് കണ്ടു, ഈ കണ്ണ് പോലത്തെ ഇതിവിടെ ഫേമസ് ആട്ടോ, എല്ലാ കടകളിലും ഉണ്ട്, എല്ലാവരും മേടിക്കുകയും ചെയ്യും. അതായത് ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് ഇത് നെഗറ്റീവ് എനർജി പോവാൻ ഇതിങ്ങനെ ലോക്കറ്റായിട്ടോ നമ്മുടെ കൈച്ചെയിനായിട്ടോ അല്ലെങ്കിൽ കീ ചെയിനായിട്ടോ ഒക്കെ ഇങ്ങനെ ഇടുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് എല്ലാ കടകളിലും ഇതിങ്ങനെ എല്ലാവരും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങളും അതൊരെണ്ണം മേടിച്ചു, ബിഗ് സൈസിലും സ്മോൾ സൈസിലും. ചില കടകളിൽ വില കുറവായിരിക്കും, ചില കടകളിൽ വിലകളായിരിക്കും, നിങ്ങൾക്ക് അനുസരിച്ച് മേടിക്കാം കേട്ടോ. അപ്പം അത് നമ്മുടെ വാട്സാപ്പിൽ ഇമോജിയിലും ഇതിൻ്റെ ഒരു സൈനുണ്ട്. അപ്പം ഞങ്ങളും അതൊരെണ്ണം മേടിച്ചു. പിന്നെ നമ്മുടെ ഒലിവിൻ്റെ ഡിഫറെൻറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ലെതർ മെറ്റീരിയൽസ് കുറേ ഉണ്ട്. ലെതർ കൊണ്ടുണ്ടാക്കിയ കുറേ ബാഗ്, ചെരുപ്പ്, കുറേ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് സ്ട്രീറ്റിലൂടെ ഒക്കെ നടന്ന് വന്നപ്പോൾ തന്നെ രാത്രി ആയായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് സിറ്റി സെൻറ്ററിൽ വന്നു. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി കടകളൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. കുറേ ഫുഡും കഴിക്കാനുണ്ട് കേട്ടോ. ചില യൂറോപ്പിൽ പോയേക്കാളും ഈ കൺട്രിയിൽ ഇഷ്ടംപോലെ ഷോപ്പിങ്ങും ഫുഡ് കഴിക്കാനും ഒക്കെ നല്ല വൈബുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി കഴിച്ച് പിന്നെ കടകളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ എന്തൊക്കെയാണ് ഉണ്ട് എന്നൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു. അങ്ങനെയൊക്കെ പോയി കിടന്നുറങ്ങിയിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റു. ഇന്ന് നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞ ആക്രോപോളിസ് കാണുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നമുക്ക് ജസ്റ്റ് നടന്നു വരുന്ന ദൂരമുള്ളായിരുന്നു, കാരണം ഞങ്ങൾ ആക്രോപോളിസിൻ്റെ അടുത്താണല്ലോ എയർബിഎൻബി ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വന്നു. ഈ കണ്ട ആക്രോപോളിസ്, ഈ വഴി കൂടെ നടന്ന് മേളിലെത്തിയാൽ മാത്രമേ നമ്മുടെ ആക്രോപോളിസ് നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ താഴ്വാരം കേട്ടോ, മേളിൽ കൂടെ നടക്കണം. അങ്ങനെ പോകുന്ന വഴിക്ക് പഴയ കാലത്തെ ബിബ്ലിയോത്തേക്കിൻ്റെ അവശിഷ്ടമാണ് ഇത് കാണുന്നത് കേട്ടോ. ഏതാ 5th സെഞ്ച്വറിയോ 13th സെഞ്ച്വറി BC-യിലൊക്കെ നിർമ്മിച്ച ബിബ്ലിയോത്തേക്കിൻ്റെയൊക്കെ അവശിഷ്ടമാണ് കാണുന്നത്. നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയില്ല. എന്തായാലും നമ്മൾ ആക്രോപോളിസിൽ കാണുന്നുണ്ടല്ലോ, അപ്പം ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ബിബ്ലിയോക്കി എന്നാണ് ആ ഗ്രീക്കിൽ പറയുന്നത്. അപ്പോൾ ആലോചിച്ചോണം അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പം ഇങ്ങനെ കുറേ കെട്ടിടങ്ങളുണ്ട്. അപ്പം ഈ ആക്രോപോളിസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റോക്കിൻ്റെ മേളിലുള്ള, അതായത് മലയുടെ മണ്ടയ്ക്കുള്ള ഒരു പട്ടണമാണ്. അപ്പം ആക്രോപോളിസ് എന്ന് പറഞ്ഞാൽ ഇത് 5th സെഞ്ച്വറിയിലോ 13th സെഞ്ച്വറി BC-യിൽ നിർമ്മിച്ചതാണ്. ഓക്കെ, ബാക്കി കഥ ഞാൻ പറയാം. അപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴിക്കുന്നാണ്ട് ഒരു ഗ്രീക്കിൽ കുറേ ഓർത്തഡോക്സുകാരുണ്ട്, ഓർത്തഡോക്സ് ചർച്ചും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കണ്ടൊരു ഓർത്തഡോക്സ് ചർച്ച് കണ്ടപ്പോൾ ഒരു കൗതുകം, കുറച്ച് പഴയ ചർച്ചാണ്, അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു. പിന്നെ ആ ചർച്ചിൻ്റെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ, മൊത്തം പ്രെയർ എന്ത് നടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വീഡിയോ എടുത്തേ ഉള്ളൂ. അങ്ങനെ കുറച്ചും കൂടെ ഈ ആക്രോപോളിസിന് മണ്ടൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പോകുന്ന വഴിക്ക് നടന്നു പോകുമ്പോൾ നല്ലൊരു ചെറിയൊരു പള്ളിയുടെ മണിയൊക്കെ ഉണ്ട്, കുറേ പഴയ കാലത്തെ. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ പകർത്തി. അങ്ങനെ ഞങ്ങൾ കയറി മലയുടെ താഴെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് ഓഫ് സീസൺ ആയിരുന്നത് കൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഗൈഡഡ് ടൂർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അപ്പോൾ ഓരോ മോണുമെൻ്റ് എടുത്ത് നമുക്കത് നോക്കി മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഗൈഡഡ് ടൂർ ഒന്നും എടുത്തില്ല, മോനെയും കൊണ്ട് കുറച്ച് പാടാണല്ലോ, അവർ വേഗം പോകും, നമ്മൾ പോകണം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് മേലോട്ട് കയറാൻ പോവാം കേട്ടോ. അങ്ങനെ പിന്നെ ആക്രോപോളിസിൻ്റെ കഥ പറയാവേ. അങ്ങനെ ഈ ആക്രോപോളിസ് എന്ന് പറയുന്നത് മലയുടെ മണ്ടയ്ക്കുള്ള ഒരു സിറ്റിയാണ്. അതായത് പിന്നീട് അത് അദീന ദേവിക്ക് പണിഞ്ഞെന്നാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വലിയ ടെമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ ഓരോരോ കെട്ടിടങ്ങൾ, അവരുടെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് എത്രയോ പഴയ കാലത്ത് നിർമ്മിച്ചാണ്. കുറേ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് മെയിൻ മാത്രമേ അറിയത്തുള്ളൂ. കുറേ മോണുമെൻറ്റ്സ് ഉണ്ട്. ഓരോരോ അന്ന് ദേവി സങ്കല്പമാണല്ലോ. അപ്പോൾ അതേപോലെ ദേവികൾക്കൊക്കെ
നിർമ്മിച്ചു കഴിഞ്ഞാൽ ഓരോരോ കെട്ടിടങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എഴുതി വെച്ചു, ഞങ്ങളതെല്ലാം കണ്ടു. പക്ഷേ ഏതോ ഒരു പുരാതന കാലത്തേക്ക് പോയൊരു ഫീലിംഗ് ആയിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ കേട്ടോ. ഇതിൻ്റെ കുന്നിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ ഈ ആക്രോപോളിസ് എന്ന് പറയുന്ന നമ്മൾ കാണാൻ പോകുന്ന പുരാതന കാലത്തെ അവശേഷിപ്പുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അന്നേരം ഇത് കണ്ടോ, ഈ ചുറ്റും ആക്ച്വലി ഫുൾ ഒലിവ് മരങ്ങൾ. ഫുൾ ഒലിവ് എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയെന്നറിയോ ഒലിവ്. ഇതെന്തോ പണ്ടത്തെ കാലത്തെ സ്റ്റേഡിയം എന്തോ ആണ് കേട്ടോ. അന്നത്തെ കാലത്ത് സ്റ്റേഡിയം പോലത്തെയാണ് കണ്ടോ. അതിൻ്റെ അവശേഷിപ്പ് അവർ ഇത്രയും പ്രിസർവ് ചെയ്ത് വെച്ചെന്ന് ആലോചിച്ചോണം. 5th സെഞ്ച്വറി BC നിർമ്മിച്ചത്. അപ്പോൾ എത്ര വർഷമായി ഇന്നും അതവരിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതോ ഒരു ഭയങ്കര ലോകത്ത് അങ്ങ് പോയ ഒരു ഫീലിംഗ് നമുക്ക് അവിടുന്ന് കിട്ടും. പോരാത്തതിന് അവിടുത്തെ അറ്റ്മോസ്ഫിയറും അങ്ങനെയാണ്. കാരണം ഫുൾ ഒലിവ് മരങ്ങൾ. ഒലിവ് മരങ്ങൾക്ക് എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. കാരണം അതിന് അധികം ശിഖരങ്ങളായിട്ടൊന്നുമില്ല, ചെറിയ ഇല, പിന്നെ ഒത്തിരി വലുതൊന്നുമില്ല. എന്നാലും കുട്ടി മരങ്ങളായാലും ചെറിയ ചെടികളായാലും കുറച്ച് വലിയ മരങ്ങളായാലും നല്ലൊരു തണലും കാറ്റും ഒക്കെയുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒലിവിനെ സമാധാനത്തിന് ചിഹ്നമെന്ന് പറയുന്നത്, ഒലിവിലകളെ. കാരണം അത്രയ്ക്കൊരു പീസ് നമുക്ക് കിട്ടും. ചുറ്റും ഒലിവാകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഈ ഒരു സങ്കല്പമുണ്ട്. ഈ സിയൂസ് ദേവനും അതുപോലെ അദീന ദേവിയും തമ്മിൽ എന്തോ മത്സരം വന്നപ്പം ആരവരെ ശക്തി കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അദീന ദേവിയാണെങ്കിൽ ഒലിവ് ട്രീ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒലിവ് ട്രീ ഉണ്ടാക്കിയപ്പോൾ എന്താ, അതിൽ ആ ഒലിവ് ട്രീയുടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതായത് അതിൻ്റെ ഒലിവ് ഫലം നമുക്ക് ഒലിവ് എണ്ണയായിട്ടും കഴിക്കാനും ഉപയോഗിക്കാം. അതുപോലെ ഒലിവിൻ്റെ ഇലകൾ നമുക്ക് ഉപയോഗിക്കാം, ഒലിവിൻ്റെ തടി ഉപയോഗിക്കാം. അങ്ങനെ ആ മത്സരത്തിൽ അടി മുതൽ മുടി വരെ, അതായത് ഫുൾ ഭാഗവും നമ്മുടെ തെങ്ങ് പോലെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീ ആണ് ഒലിവ്. അങ്ങനെ ആ മത്സരത്തിൽ അദീനാദേവി വിജയിച്ചു എന്നാണ് പറയുന്നത്. അത് സത്യം കേട്ടോ, എല്ലാ ഭാഗവും ഉപയോഗിക്കാം. നമ്മൾ ഈ മാങ്ങ ഉപ്പിലിട്ട് കഴിക്കില്ലേ, അതേപോലെ ഈ ഗ്രീക്കുകാർ ഈ ഒലിവിൻ്റെ കാ പറിച്ച് അവർ ഉപ്പിലിട്ടിട്ട് അവരിങ്ങനെ കഴിക്കും. ഞാനും കഴിച്ചു നോക്കി, എന്താ രുചിയെന്നറിയോ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കായൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ മേളിൽ കയറാൻ പോകുന്ന വഴിക്ക് കാഴ്ച ഓരോരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളിൽ കയറാനുള്ള ഒരു വഴി വരെ എത്തി. അങ്ങനെ ഞങ്ങൾ മേളിൽ കയറി കേട്ടോ, കുന്നിൻ്റെ മേളിൽ കയറി. അവിടെ ഉള്ള കാഴ്ചകളാണിത്. മേളിലെത്തി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഓരോരോ പന്തയോൺ എന്ന് പറയുന്ന കുറേ ടെമ്പിൾസ്, അതുപോലെ തന്നെ ഓരോ ദേവനും ദേവിക്കും നിർമ്മിച്ച പഴയ കാലത്ത് നിർമ്മിച്ച ഓരോരോ മണ്ഡപങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ പോയി. പക്ഷേ അവർ ഇന്നും കുറച്ച് ഭാഗമൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെ നോക്ക്, കറക്റ്റ് നമ്മൾ ഏതോ ഒരു പുരാതന ലോകത്ത് പോയ പോലുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എവിടെ ഫ്രെയിം വെച്ചാലും അടിപൊളിയായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പം ഈ ആക്രോപോളിസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹില്ല്, അതായത് റോക്കിൻ്റെ മേളിലുള്ള പട്ടണം എന്നാണ് ആക്രോപോളിസ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ ഉള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം ഇതിൽ ഏതൊക്കെ കെട്ടിടം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ അവർ മെയിനായിട്ടുള്ള ഇത് പന്തയോണാന്ന് തോന്നുന്നു, അതിങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഗൈഡ് ടൂർ എടുത്താലും നമുക്ക് അറിയില്ല. എന്നാലും അതിൻ്റെ ഭംഗിയാണ്, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നമുക്ക് ഈ ഏതൻസ് പട്ടണം മൊത്തം കാണാൻ പറ്റും കേട്ടോ. ഏതൻസ് പട്ടണം മൊത്തം കാണാൻ പറ്റും. എന്താണെന്നറിയില്ല. പക്ഷേ ഈ ഗ്രീസിൽ തന്നെ കുറേ ഐലൻഡ്സ് ഉണ്ട്. ഈ ഏതൻസ് പോലത്തെ ഒരു സിറ്റിയാണ് അവിടുത്തെ ഗ്രീസിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ഏതൻസ് ആണ്. ബാക്കി കൂടുതലും ഐലൻഡ്സ് ആണ്. ഈ ഐലൻഡ്സ് ഒക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം പോയി കാണണം കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഐലൻഡേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. കുറേ 30, 35, 60+ ഐലൻഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഗ്രീസിൽ. അങ്ങനത്തെ ഒരു കൺട്രിയാണ് ഈ ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറേ കൊച്ചു ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കയറിയിട്ട് നമ്മൾ ഏതൻസിൻ്റെ ഭംഗി ആസ്വദിക്കട്ടെ. ചുറ്റും കാണുന്നത് ഏതൻസാണ്, പിന്നെ കുറച്ച് അങ്ങ് കാണുന്നത് കടലും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇതിന് മുകളിൽ കയറിയിട്ട് നമ്മൾക്കിങ്ങനെ, പക്ഷേ ഇവർ നല്ലതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കെട്ടിടങ്ങളാട്ടോ പ്രിസർവ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്. കാരണം ആ ഒരു എങ്ങനെയാണോ പണ്ടത്തെ രീതിയിൽ കണ്ടത്, അതിൻ്റെ ബോംബ് വന്ന് വർഷിച്ചപ്പോഴും പിന്നെ കുറേ യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ കുറേ കാര്യങ്ങൾ നശിച്ചു പോയി. ബാക്കിയൊക്കെ അവർ അതേപോലെ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ചുറ്റും കുറേ കടകൾ കൊണ്ടുവന്ന് അവർ വൃത്തികേടാക്കുകയോ അല്ലെങ്കിൽ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുറേ അതിൻ്റെ കല്ലെടുത്ത് മാറ്റി
അല്ലെങ്കിൽ അതിന് ടൈൽസ് പാകി വൃത്തികേടാക്കി ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ അത് നശിച്ചിട്ട് ബാക്കിയുള്ളത് അത് അതുപോലെ അതിൻ്റെ കല്ലും മണ്ണും പോലും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മളിനി ഏൻഷ്യൻ്റ് എഗോര എന്ന് പറയുന്ന പണ്ടത്തെ നമ്മുടെ ഇന്നത്തെ കൊച്ചി, തിരുവനന്തപുരം അല്ലെങ്കിൽ വേറെ മുംബൈ പോലൊക്കെ അന്നത്തെ കാലത്തെ അർബൻ സിറ്റിയിലേക്ക് നമ്മൾ പോകും. ഏൻഷ്യൻ്റ് എഗോര എന്നാണ് അതിൻ്റെ മീനിങ്. പഴയ കാലത്തൊരു സിറ്റി എന്നാണ് കേട്ടോ. അവിടെ പോവും. അപ്പോൾ ഇതിൻ്റെ താഴ്വാരത്താണ് അത് നമ്മൾ ഇതിൻ്റെ അടുത്ത പാട്ടിൽ നമ്മൾ പറയുന്നുണ്ട്, ഈ വീഡിയോയിൽ തന്നെ പറയും. അപ്പം ഇതെന്ന് പറയുന്ന, അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സിറ്റി ആണ് ഈ ആക്രോപോളിസ്. ഹൈ ഉണ്ട്, താഴെ ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റിയിലെ ഏറ്റവും ഹൈ ആണ് ഈ ആക്രോപോളിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഇതിൻ്റെ ഭരിക്കുന്നവരും അല്ലെങ്കിൽ സിറ്റി ഭരിക്കുന്നവരൊക്കെ ഇവിടെ ആയിരിക്കും താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ചുറ്റും താഴെയൊക്കെ കാണാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ച് ഹൈറ്റിന് താഴെ എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ കുറേ കണ്ടിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. എന്നാൽ ഈ കെട്ടിടത്തിൻ്റെ ഭംഗിയൊക്കെ നിന്ന് വെയിലൊന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മളിങ്ങനെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ട് നിന്നു. ഇതിൽ ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ, ഓരോ ടെമ്പിൾസ്. അങ്ങനത്തെ ടെമ്പിൾസ് ആണല്ലോ. അപ്പോൾ ഓരോ ദേവനും ദേവിക്കും നിർമ്മിച്ചിരിക്കുന്ന ടെമ്പിൾസാണ്. ഇതിന് ഓരോ പേരുണ്ട് കേട്ടോ. കണ്ടോ, ദൂരെ കണ്ടോ, അത് അതുപോലെ ഒരു പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആണ് സത്യം. അതായത് ചുറ്റും അതൊന്നും വൃത്തികേടാക്കിയിട്ടില്ല. എങ്ങനെയാണോ അത് നശിച്ചിട്ട് ഇന്ന് എന്താണോ അതിൽ കാണുന്നത് അവരതുപോലെ അവരതിനെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില കെട്ടിടങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നറിയാവോ, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാലും അവർ കുറേ പെയിൻ്റ് അടിച്ച് അല്ലെങ്കിൽ അതിനെ കുറേ ഇന്നത്തെ മോഡേൺ രീതിയിലാക്കുമല്ല, പഴയ രീതിയിൽ എങ്ങനെയായിരുന്നോ അതിനെയാണ് അവർ പ്രിസർവ് ചെയ്യാൻ നോക്കുന്നത്. ആ പഴമയെ അവർ നിലനിർത്താനായി അവിടുത്തെ ഗ്രീക്ക് ജനങ്ങൾ അല്ലെ ഏതൻസിലെ ജനങ്ങൾ നോക്കുന്നുണ്ട്. അതിനെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം ഒരു വ്യത്യാസം അവർ വന്നില്ല, കല്ലിൽ പോലും വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞങ്ങളത് കുറച്ച് നേരമൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഈ ഗ്രീക്ക് നാട്ടിലാണല്ലോ നമ്മുടെ ഫിലോസഫിയും അതുപോലെ തന്നെ ഡെമോക്രസിയുടെയും അതുപോലെ തന്നെ ഡെമോക്രസിയും കൾച്ചറിൻ്റെയും ഒക്കെ ഉത്ഭവം എന്ന്, വെസ്റ്റേൺ കൾച്ചറിന് തന്നെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീക്ക് നാട്ടിലാണല്ലോ. അതായത് ഗ്രീക്ക് സിവിലൈസേഷൻ ഭയങ്കര ഫേമസ് ആണല്ലോ. സോക്രട്ടീസ്, പ്ലേറ്റോ, അതുപോലെ അരിസ്റ്റോട്ടിൽ പോലുള്ള വലിയ വലിയ തത്വചിന്തകർ ഉത്ഭവം എടുത്ത നാട് നമ്മുടെ ഗ്രീസാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അവരെ പട്ടണവും അത്രത്തോളം ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ദൂരെ കാണുന്നതൊക്കെ ഏതൻസ് പട്ടണമാണേ. വീഡിയോ ഫോട്ടോ എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല, അത്ര ഭംഗിയായിരുന്നു. ഓരോരോ കെട്ടിടങ്ങളും അവശേഷിപ്പുകളൊക്കെ കാണാം. നമുക്ക് അതിൽ ചിലപ്പോൾ 4 പില്ലറുണ്ടെങ്കിൽ 4 പില്ലർ, ഒരു പില്ലറും പകുതി മുറിഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ അവരിപ്പോഴും അത് പ്രിസർവ് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. നമ്മളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മുടെ അദീന ദേവി നിർമ്മിച്ചെന്ന് പറയുന്ന ഒരു ഒലിവ് ട്രീ അതിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു, എത്രയോ വർഷം മുമ്പ്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ. ഇതാണ് ആ ഒലിവ് ട്രീ. ആ ഒരു ഒലിവ് ട്രീ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ. ഇത് അദീനാദേവി നിർമ്മിച്ചെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം പഴയതുപോലുണ്ട്, നമുക്ക് അറിയില്ല, സങ്കല്പമാണ് കേട്ടോ. എത്രയോ വർഷം പഴക്കമുള്ള ഒലിവ് ട്രീ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതിൻ്റെ ഓരോ ശേഷിപ്പ് അന്നത്തെ ആ ഗ്രീക്ക് സിവിലൈസേഷൻ സമയത്ത് മുറിഞ്ഞു പോയ അല്ലെങ്കിൽ നശിച്ചു പോയ കാലകാലങ്ങളിൽ നശിച്ചു പോയ കെട്ടുകളുടെ കല്ലെങ്കിലും അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എക്സ്കവേറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തതായിരിക്കും കാലാകാലങ്ങളിൽ. ഹിസ്റ്ററി പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണ് കേട്ടോ. കുറേ പഠിക്കാൻ കാണും. ഓരോ ചരിത്രമുറങ്ങുന്ന ഓരോരോ കല്ലിന് പോലും ഓരോ ചരിത്രം പറയാൻ കാണും.
അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഒരു പുരാതന ലോകത്ത് പോയപ്പോൾ ഒരു ഫീലിംഗ് വന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങും കേട്ടോ. താഴോട്ട് ഇറങ്ങുമ്പോഴും ആ ഭംഗി നല്ല രസമുണ്ടാകും. ചെറിയ കാറ്റും ഒലിവിലകളുടെ അനക്കവും പിന്നെ ഈ ഒരു കെട്ടിടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴും ഇവിടെ ഇങ്ങനെ ഇതേപോലെ കുറച്ച് കെട്ടിടങ്ങളുണ്ട് താഴെയും. അതും ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു. ഈ നമ്മൾ ഇന്ന് കാണുന്ന പുരാന രീതിയിലുള്ള ലൈബ്രറി, ബിബ്ലിയോത്തിക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു ലൈബ്രറി എന്നാട്ടോ അതിൻ്റെ അർത്ഥം. അപ്പം ലൈബ്രറി, അതുപോലെ മ്യൂസിയം, അതുപോലെ തന്നെ പലതരത്തിലുള്ള എനിക്ക് അന്നും ഉണ്ടെന്ന് സങ്കല്പിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കാഴ്ചകൾ കണ്ട് അതിന് ബായി പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാട്ടോ. അതിൻ്റെ അടുത്ത് നടക്കുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് എവിടാന്ന് വെച്ചാൽ ഏൻഷ്യൻ്റ് അഗോര, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ കഥകൾ പറയാം കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് കുറച്ച് കെട്ടിടങ്ങളുടെ കാഴ്ചകളാണ്, അത് ഞങ്ങൾ വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് താഴെ ഇറങ്ങി വന്നിട്ട് റോഡിൽ വന്നുകൊണ്ടോ നമ്മൾ ആ മേളിൽ ദൂരെ കണ്ടോ, ആ മേളിലാണ് നമ്മൾ കയറിയത്. ആക്രോപോളിസ് എന്ന് പറയുന്ന ഹൈയസ്റ്റ് സിറ്റിയിൽ നമ്മൾ പോയത്, പഴയ കാലത്തെ ഹൈയസ്റ്റ് സിറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബായി പറഞ്ഞ് പതുക്കെ ഞങ്ങൾ നടന്ന് നീങ്ങി തുടങ്ങി കേട്ടോ. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ആൻഷ്യൻ്റ് അഗോരയെന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് വന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ചുറ്റും കണ്ടിട്ട്. അതേപോലെ വെയിലും ചുറ്റിൽ നമ്മുടെ ഈ ഇലയും പച്ചപ്പൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയപ്പോഴും നല്ല കുറേ ഹാൻഡിക്രാഫ്റ്റ് ആൾക്കാർ ശരിക്കും ഉണ്ട്. ഇതുപോലെ കമ്മൽ, മാലയൊക്കെ നിർമ്മിക്കുന്ന. അപ്പോൾ എനിക്ക് കമ്മൽ ഇഷ്ടപ്പെട്ടു. ഞാനൊരു കമ്മൽ എനിക്ക് അപ്പം തന്നെ അവർ ഹാൻഡ് വെച്ച് ഉണ്ടാക്കി തന്നു. ഒരെണ്ണം മേടിച്ചു. അത് ഉണ്ടാക്കി തന്ന സ്ത്രീയാണ് അവിടെ കണ്ടത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് അവർ ഉണ്ടാക്കി തരും, നൂല് വെച്ച്. ഹാൻഡിക്രാഫ്റ്റ് ശരിക്കും അറിയുന്ന ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെ അതിന് ശേഷം പിന്നെ മോൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനൊരു കുഴി കണ്ടു. അപ്പോൾ അവന് കുറച്ച് നടന്ന് ബോറടിച്ചപ്പോൾ അവനവിടെ നട്ടുച്ച വെയിലത്ത് അവനവിടെ കളിക്കുമായിരുന്നു കേട്ടോ. കുഴി മാതി കളിക്കുമായിരുന്നു അവൻ്റെ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ആൻഷ്യൻ്റ് അഗോരയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. അങ്ങനെ ആൻഷ്യൻ്റ് അഗോരയുടെ ഫ്രണ്ടിൽ കണ്ട ഒരു വാഷ് പീസ്, പഴയ കാലത്തെ വാഷ് പീസിനാന്ന് തോന്നുന്നു. അതിനെ ഓർക്കുന്ന പോലെ അവരിങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അതിൻ്റെ ഫ്രണ്ടിൽ താണ്ട ഒരു പഴയ കാലത്തെ ടെമ്പിൾ പോലെ പെൻഡയോൺ എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ അവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് ആൻഷ്യൻ്റ് അഗോര എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആക്രോപോളിസ് എന്ന് പറയുന്ന ഹൈയസ്റ്റ് റോക്കിലുള്ള ഹൈയസ്റ്റ് സിറ്റിയാണ്. ഈ അഗോര എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഗ്രീക്കിൽ നമ്മുടെ ഇംഗ്ലീഷിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഗോര എന്ന് വെച്ചാൽ മീറ്റിംഗ് ടുഗദർ അഥവാ ഗ്യാതറിങ് പ്ലേസ് ആണ്. അതായത് ആളുകൾ വന്ന് കൂടുന്ന സ്ഥലം. അതായത് ഇന്നത്തെ വലിയ നമ്മുടെ മാളോ അല്ലെങ്കിൽ വലിയ അർബൻ സിറ്റി പോലത്തെ അന്നത്തെ കാലത്ത് ഈ പ്ലേസിൽ എന്തൊക്കെ കാണും? നമ്മുടെ ജിം കാണും, മാർക്കറ്റ് കാണും, ബിബ്ലിയോതെക്ക് കാണും, സ്വിമ്മിംഗ് പൂൾ കാണും, സ്കൂള് കാണും, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് കാണും, പാർക്ക് കാണും. ഇതെല്ലാം വന്ന് അന്നത്തെ കാലത്തെ ഒരു സിറ്റി, അതിനെയാണ് അഗോര എന്ന് പറയുന്നത്, മീറ്റിംഗ് ടുഗദർ. അതുപോലെ തന്നെ അവിടെ തന്നെ വലിയ തത്വചിന്തകൾ, സോക്രട്ടീസിനെയും അരിസ്റ്റോട്ടലിനെയും അതുപോലെ തന്നെ പ്ലേറ്റോയും പോലുള്ള ആൾക്കാരുടെ ചർച്ചകൾ കാണും, ഡിബേറ്റ് കാണും. ഈ ഒരു ഇതുപോലൊക്കെയുള്ള ഈ സ്ഥലത്തു നിന്നായിരിക്കും ഇന്നത്തെ ഡെമോക്രസിയും ഇന്ന് കാണുന്ന ലോകത്ത് പല നമുക്ക് കുറേ ഡെമോക്രസിയിലും ഒക്കെ ഓരോരോ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നുള്ള ഈ ചർച്ചകളിൽ നിന്നായിരിക്കും ഇന്ന് ലോകത്ത് കാണുന്ന തത്വചിന്തകരമായ കുറേ ചിന്തകളും വേർഡ്സും ഒക്കെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പം ഈ ഏൻഷ്യൻ്റ് അഗോരയുടെയും ആക്രോപോളിസിൻ്റെ ഒക്കെ ഒരു റൂട്ട് മാപ്പ് പോലെ അവർ തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്തുനിന്ന്. നമുക്ക് ഇന്ന് കാണുമ്പോൾ ജസ്റ്റ് വെറും കല്ലുകളും അല്ലെങ്കിൽ കുറച്ച് എന്തോ ഒരു ഭൂകമ്പത്തിൽ തകർന്ന ഒരു കെട്ടിടത്തിൻ്റെ അവശേഷിപ്പൊക്കെ പോലെ താന്നു. പക്ഷേ ചരിത്രമുറങ്ങുന്ന ഒരു പ്ലേസ് ആണെന്ന് പിന്നെ നമുക്കിത് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ചിലപ്പം ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഉള്ളതിന് അവരൊരു കല്ല് മാത്രമേ കാണൂ, അവിടെ ആയിരിക്കും സ്വിമ്മിംഗ് പൂള്. നമുക്ക് കാണുമ്പോൾ ഒരു വിജനമായ ഒരു പ്രദേശം പോലെ തോന്നും, പക്ഷേ അതിൽ കുറേ കഥകൾ പറയാനുള്ള ഒരു വിജനമായ പ്രദേശമാണെന്ന് നമുക്കിതിൻ്റെ ചരിത്രം വായിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് കുറേ ഒരു പ്ലേസിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കണ്ടില്ലേ ഇത് താഴ്വാരം, ഈ താഴെയാണ് നമ്മുടെ ഏൻഷ്യൻ്റ് അഗോര. അതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ കണ്ട ആക്രോപോളിസ്, അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഹൈയസ്റ്റ് സിറ്റി. എന്നിട്ട് താഴെ ഒരു
അർബൻ സിറ്റിയാണ്. അവിടെ ആൾക്കാർക്ക് വരാം, സംസാരിക്കാം, ആൾക്കാർക്ക് അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, മാർക്കറ്റുണ്ട്. ഇതാണ്ട് ഒരു തലയില്ലാത്ത മനുഷ്യൻ്റെ ഒരു പ്രതിമ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഓരോരോ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ അവർ പിന്നെ കാലാകാലങ്ങളിൽ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ അവരെടുത്തു. പിന്നെ അവരിങ്ങനെ ചരിത്രം പഠിച്ച് ഇവിടെ ഇതായിരിക്കും എന്നങ്ങനെ ചരിത്രകാരന്മാർ കണ്ടുപിടിച്ച് അവരിങ്ങനെ ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇപ്പോഴും ഒരു കടകളോ വന്നൊന്നും നശിപ്പിച്ചിട്ടില്ല. ആൾക്കാർക്ക് ജസ്റ്റ് എല്ലാം കണ്ട് പോകാൻ പറ്റും. പഴമയെ ആൾക്കാർക്ക് അവരുടെ ചിന്തയെ ഉദ്ദീപിക്കുന്ന, പഴമയിലേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് അത് വെച്ചേക്കുന്നത്. നമുക്ക് ചെന്നാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കാരണം അതിവിടെ ഉണ്ട്, അതവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ചിന്തയ്ക്ക് അതീതമാണത്. ആ റൂട്ട് പോലെ അവർ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വന്നു ഒരു ഭാഗത്ത് ഒരു മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തൂടെ മെട്രോ പോയപ്പോൾ അത് ഇങ്ങനെ വന്നു എന്നൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഇന്നും നശിക്കാതെ ആ ഒരു സ്ട്രക്ചർ പോലെ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ കാലത്തിൻ്റെ ഈ പല മാറ്റങ്ങളും കാരണം നശിച്ചു പോയി കല്ലുകൾ മാത്രമായിരിക്കുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട്, പലതും ഞങ്ങൾ സംസാരിച്ചു, പലതും നമ്മുടെ ചിന്ത പല രീതിയിൽ പോയി. അങ്ങനെയൊക്കെ ഓരോന്നും ചിലത് നമുക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. എന്തായിരുന്നു നമ്മൾ അങ്ങനെ നോക്കി ആ ഒരു നമ്മളെ ചിന്ത ഉദ്ദീപിക്കുന്നതായിരുന്നു ഓരോ കാഴ്ചകളും. പക്ഷെ മോൻ ഇതൊന്നും ഈ ഭാഗത്തേക്കേ അവന് നോക്കുന്നില്ലായിരുന്നു. അവനിതൊന്നും തോന്നി. അവനിതെല്ലാം ഒരു പാർക്ക് പോലെയാണ് തോന്നിയത്. ഒരു കല്ലിന് വേറൊരു കല്ലിലേക്ക് ചേടാൻ പറ്റുന്ന ചെറിയൊരു പാർക്ക്. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അവർ മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ മ്യൂസിയത്തിലേക്ക് പോയി അവിടെ കയറി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതെന്താ, നമ്മൾ എല്ലാ മ്യൂസിയത്തിലും കാണുന്ന പോലെ പഴയ കാലത്തിലെ പാത്രങ്ങൾ, അതുപോലെ തന്നെ ചെറിയ പിഞ്ഞാണങ്ങൾ, അതുപോലെ തന്നെ ഭരണികൾ, ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർ കാണിച്ചേക്കുക. ഇന്നൊക്കെ നമ്മളത്തെ ഭരണിയുടെയും പാത്രങ്ങളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ചീപ്പാട്ടോ, പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചീപ്പ് നോക്ക്, അതാണ് ചീപ്പ്. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എന്തൊക്കെയോ ഒരു കണ്ട ഫീലിംഗ് ആയിരുന്നു, ഏതൊക്കെയോ ലോകത്ത് പോയ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി പതുക്കെ നമ്മുടെ സിറ്റി കുറച്ച് നടന്നു വരുമ്പം നമ്മുടെ സിറ്റി ഒരു മാർക്കറ്റ് പ്ലേസിലേക്കാണ് വരുന്നത്. അങ്ങനെ ആ മാർക്കറ്റ് പ്ലേസിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ മാർക്കറ്റ് പ്ലേസിന് ഇങ്ങോട്ട് വന്നപ്പം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇതേതൊരു പഴയ ചർച്ചാണേ, പഴയ കാലത്തൊരു ചർച്ച്. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു പഴയ ചർച്ച്. അത് അവിടെ നിന്ന് മേലോട്ടൊക്കെ നോക്കി, അവിടെ നിന്ന് ഒരു ഹൈറ്റിൽ കയറി അങ്ങോട്ടൊക്കെ നോക്കി പതുക്കെ നടന്ന് അങ്ങനെ ഞങ്ങൾ പതുക്കെ ആൻഷ്യൻ്റ് അഗോരയ്ക്ക് ഞങ്ങളങ്ങനെ ബൈ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടക്കാൻ നമുക്ക് മെട്രോ എടുക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ റോഡിലിറങ്ങി. അപ്പോൾ റോഡിലിറങ്ങിയപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, റോഡൊക്കെ വൈകുന്നേരം ആയപ്പോഴും കുറച്ച് വൈബായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു, ഈ ഗ്രീസിൽ കുറേ പൂച്ചകളുണ്ട്, വഴിയിൽ പൂച്ചകൾ. കാരണം യൂറോപ്പിൽ പല കൺട്രിയിൽ പോകുമ്പോഴും എല്ലാവരും കൂടി മിക്കവാറും ഡോഗ്സിനെയാണ് കാണാറ്, ക്യാറ്റ്സിനെ അങ്ങനെ കാണാറില്ല. പക്ഷേ ഗ്രീസിൽ എന്താണെന്നറിയില്ല, എവിടെയും ക്യാറ്റ്സാണ് കൂടുതൽ. വഴിയിലെല്ലാം ക്യാറ്റ്സ്, വീടുകളിലെല്ലാം കൂടുതൽ ക്യാറ്റ്സിനെ കാണുന്നുണ്ട്.
അങ്ങനെ ഞങ്ങളിത് പിന്നെയും ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ നിന്നില്ല ആൻഷ്യൻ്റ് എഗോരെ കണ്ടത്. അത് പിന്നെയും നമ്മൾ നോക്കുമായിരുന്നു. ഒരു ട്രെയിൻ പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ. അങ്ങനെ അതൊക്കെ നോക്കി പതുക്കെ മുന്നോട്ട് പോയി. അങ്ങനെ നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ പഴയ കാലത്തെ ഒളിമ്പിക് സ്റ്റേഡിയം കാണാനാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്ന പ്ലേസ്. ഫസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്ന ഏതൻസ് ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത് കാണാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം കാണാൻ വേണ്ടി ഞങ്ങൾ പോയി, മെട്രോ ഒക്കെ എടുത്ത് പോയി. ഞങ്ങളങ്ങനെ ആ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഒളിമ്പിക് സ്റ്റേഡിയം. ഏൻഷ്യൻ്റ് ഒളിമ്പിക് സ്റ്റേഡിയമാണ് കേട്ടോ. അവിടെ കുറേ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒളിമ്പിക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ 1896 ഇവിടെ ഫസ്റ്റ് വെന്യൂ ഓഫ് ഒളിമ്പിക്സ് നടന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏക മൊത്തം മാർബിൾ പാകിയിട്ടുള്ള ഒരു ഒളിമ്പിക് സ്റ്റേഡിയം ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചരിത്രമായിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് ഏതൻസിൽ ഒളിമ്പിക്സ് നടന്നല്ലോ, ആ സമയത്ത് ഏതോ ഒരു പ്രോഗ്രാം ഇവിടെ ആയിരുന്നു, അതിൻ്റെ ലാസ്റ്റ് വെന്യൂ നടന്നത് ഇവിടെയായിരുന്നു. മാരത്തോണിൻ്റെ ആണ് തോന്നുന്നു, അതിൻ്റെ ഇവിടെ നിന്നായിരുന്നു ഫിനിഷിംഗ് പോയിന്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് 1896 ഒളിമ്പിക്സ്. 330 BC ഇത് നിർമ്മിച്ചത്. പിന്നെ അത് 440 BC പുതുക്കി. പിന്നെ 1896 ഫസ്റ്റ് ഒളിമ്പിക്സ് ഇവിടെ വെച്ച് നടന്നു. ഏതൻസിലാണ് ഫസ്റ്റ് ഒളിമ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിലായിരുന്നു അത്. എല്ലാവരും ഏതൻസിൽ വരുന്നൊരിത് കാണാതെ പോകാറില്ല. ഇതിൻ്റെ പ്രത്യേകത മാർബിൾ സ്റ്റേഡിയമാണ് ലോകത്തിലേക. മത്സരം നടക്കുന്നില്ല. പിന്നെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ടതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അത് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് നിന്ന് കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പം ഇവിടെ ഫേമസ് ആയിട്ട് ഏജൻസി വന്നാൽ മിസ് ചെയ്യാത്ത ഒരു സാധനമാണ് ഗാർഡ് ചേഞ്ചിങ് സെറിമണി എന്ന് പറയുന്നത്. അതായത് ഇതൊരു അൺനോൺ സോൾജറിൻ്റെ ഒരു ടോംബാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ മണിക്കൂറും ഓരോ ഗാർഡ്സ്, ഇത് പ്രത്യേകം പരിശീലനം കിട്ടിയ ഗാർഡ്സാണ് കേട്ടോ. ഓരോ അവറും ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ലക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതായത് 5:55 ഞങ്ങൾ ചെന്നു. അതായത് 6 o'clock അടുത്ത ഗോഡ് ചേഞ്ചിങ് സെറിമണി ഉണ്ട്. അതായത് ഇവിടെ 2 ഗോഡ്സ് ഇല്ലേ, ഈ ഗോഡ് ഓരോ മണിക്കൂർ ഓരോ ഗോഡ് ഈ ടോംബ് കാത്തു നിൽക്കും. എന്നിട്ട് അടുത്ത മണിക്കൂർ, അതായത് 7:55 അല്ലെങ്കിൽ 6:55 ആകുമ്പോൾ അടുത്ത ഗാർഡ്സ് വന്നിട്ട് ഇങ്ങനെ ഓരോരോ ചുവടുകൾ വെച്ചിട്ട് വന്ന് ഇവരെ കയ്യിൽ നിന്ന് അവരുടെ ആ തോക്ക് മേടിച്ച് അവർ വീണ്ടും നിൽക്കും. അവരെ ഗോഡ് ചേഞ്ചിങ്, അതായത് അവർ മാറിയിട്ട് അടുത്ത ആൾക്കാർ വരും. 1 മണിക്കൂർ നിന്നാൽ മതി. പിന്നെ അവർ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഇത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. 24/7 ടൈമിൽ ഇവരിങ്ങനെ അതുപോലെ ചെയ്യും. പക്ഷേ സൺഡേ എന്തോ 11 o'clock എന്തോ ഭയങ്കര കുറേ നേരമുണ്ട്. ഇതൊരു 10 minutes അത്രയേ ഉള്ളൂ, കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷേ അത് കുറേ നേരമുണ്ട്. സൺഡേ ഉള്ളതാണ് ഏറ്റവും പ്രത്യേകത കാണാനുള്ളത്. എല്ലാവരും അത് കാണാനാണ് വരുന്നത്. പക്ഷേ എല്ലാ ദിവസവും ഉള്ളത് ഇങ്ങനെ ഉണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ ഫേമസ് ആണ് 11 o'clock എല്ലാ സൺഡേയിലും ഉള്ളത്. അപ്പോൾ ഇവരിങ്ങനെ ഇത് ഭയങ്കര സൗണ്ടാട്ടോ. ഈ സൗണ്ട് അടിച്ച് വന്നിട്ട് പഴയ ഗോഡ്സ് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് അവർ പോവും. പുതിയ ഗോഡ്സ് വീണ്ടും അവിടെ ജോയിൻ ചെയ്യും. അതേപോലെ ഇവരുടെ ഈ ഒരു കുറേ ഡ്രസ്സിന് തന്നെ ഭയങ്കര പ്രത്യേകതയുണ്ട്. കുറേ ഞെറിവ് വെച്ചിട്ടാണ് ഈ ഡ്രസ്സ് പണിഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഷൂവിൽ തന്നെ കുറേ നെയിൽസ് ഉണ്ട്. അയൺ നെയിൽസ് വെച്ചിട്ടാണ് സൗണ്ട് കേൾക്കാൻ വേണ്ടി കുറേ നെയിൽസ്, കുഞ്ഞു നെയിൽസ് വെച്ചിട്ടുള്ള അതാണ് അവരുടെ ഷൂ. ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഒരളവുണ്ട് അതിന്. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സൗണ്ടും അവരാ ഒരുപോലെ കാല് വെച്ച് ചുവട് വെച്ച് പോകുന്നത് കാണാൻ. പിന്നെ ഈ ഒരു 5:55 ആ സമയത്തായിരുന്നു 6 o'clock അടുത്ത ആൾക്കാരുടെ സെറിമണി. അതേപോലെ ഇനിയിപ്പോൾ ഇവരും അടുത്ത 6:55 ആകുമ്പം അടുത്ത ആൾക്കാർ വന്നിട്ട് ഇതേപോലെ ഗാർഡ് ചേഞ്ചിങ്, ഇതുപോലൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് അടുത്ത ആൾക്കാർ അവിടെ ഗാർഡായിട്ട് നിൽക്കും. ഇത് അൺനോൺ സോൾജർ ടോംബാട്ടോ, അവിടെയാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. അപ്പം പഴയ ആൾക്കാർ 1 മണിക്കൂർ പിന്നെ അവർ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഒരനക്കവും ഇല്ല, അനങ്ങത്തില്ല, സ്റ്റഡി ആയിട്ട് നിൽക്കും. വീണ്ടും പഴയ ആൾക്കാരിങ്ങനെ വന്ന് ഗോഡ് ചേഞ്ചിങ് സെറിമണി കഴിഞ്ഞിട്ട് പഴയ ആൾക്കാർ പോവും. അന്ന് ആൾക്കാർ പോയിട്ട് പുതിയ ആൾക്കാർ ഇതേപോലെ സെറിമണി കഴിഞ്ഞ് അവർ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. എല്ലാവരും ഓരോ അവറെ നിൽക്കാൻ പറ്റത്തുള്ളൂ.
വേണ്ടി കുറേ ആൾക്കാർ ചുറ്റുമുണ്ടായിരുന്നു കേട്ടോ, കാഴ്ചക്കാരായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ. അവരിങ്ങനെ പതുക്കെ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് വെച്ചായിരുന്നു പോകുന്നത്. അത് കാണാൻ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോമ്പൗണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോയി കാണാൻ പറ്റില്ല, അവിടെ വരെ കാണാൻ പറ്റും ആ സ്റ്റെപ്പിൽ, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പം അവരിങ്ങനെ ഒരു ട്രെയിൻ ചെയ്ത സോൾജേഴ്സാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പ്രത്യേകം പരിശീലനം കിട്ടിയത്, പ്രത്യേക ഹൈറ്റ് വേണം, അങ്ങനെ കുറേ നിബന്ധനയുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. അപ്പം അങ്ങനെ പ്രത്യേകം പരിശീലനം കിട്ടിയത് മാത്രമേ ഇവിടെ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കാണാൻ ചുറ്റും ആൾക്കാരുണ്ട്, ഇവരത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എല്ലാവരും അതിന് ക്ലാപ്പൊക്കെ ചെയ്യും, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്. എല്ലാം ഒരു കറക്റ്റ്, ഒരാൾ പോലും ആ 3 പേരുണ്ടെങ്കിൽ അവർ 3 പേരും കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. 2 പേരാണ് നിൽക്കുന്നത് അവിടെ. അങ്ങനെ അവർ പോയിട്ട് അടുത്ത ആൾക്കാർ അവിടെ നിൽപ്പ് തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് പോലത്തേക്കല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഞാനത് കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ അവിടെ നിന്ന് 2 സോൾജേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പതുക്കെ, അപ്പോഴത്തേക്ക് നൈറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പതുക്കെ ഇങ്ങനെ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നല്ല വൈബായിരുന്നു നൈറ്റിൽ. നല്ല പാട്ടും മ്യൂസിക്കും ഒക്കെ ചുറ്റും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ചെറിയ പഴയ ഒരു സ്ട്രീറ്റാണിത്. ഒരു പഴയ ഒരു ഓർത്തഡോക്സ് ചർച്ച് കണ്ടു. വളരെ പഴയതാണ്, ഗൂഗിൾ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് പോയി കയറി നോക്കിയിട്ട് വരാമെന്ന്. അടുത്ത് പ്രെയർ കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു മേരി മാതാവിൻ്റെ ഒരു പഴയ ചർച്ചാട്ടോ. അപ്പം ഭയങ്കര പഴയതാണേ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി ജസ്റ്റ് ഓടിച്ചിട്ടൊക്കെ നോക്കിയിട്ട് വന്നു. ആ ഒരു ഓർത്തഡോക്സ് ചർച്ചാണേ, അതിൻ്റെ അകത്തോട്ട് കയറി നോക്കിയിട്ട് വന്നു. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ആളുകൾ ഷോപ്പിങ്ങും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. സ്ട്രീറ്റൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവിടെ ഇവിടെ സംഗീതമൊക്കെ കേട്ടു. അങ്ങനെ നല്ല ഞങ്ങൾ അതിങ്ങനെ ആസ്വദിച്ച് പതുക്കെ ഇങ്ങനെ നടന്നു. ഇനി ഇതിൻ്റെ ശരി, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പം ഓക്കെ, ടേക്ക് കെയർ, ബൈ.